ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കണവ ഫ്രൈ ആണ്. കണവ വെച്ചുകൊണ്ട് ഒരു ഫ്രൈ. അപ്പം കണവയെല്ലാം വൃത്തിയാക്കി അതിനകത്തുനിന്നുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒരു അര സ്പൂൺ കടലമാവ്, ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഇതിനകത്ത് പുരട്ടാൻ വേണ്ടി മസാല തയ്യാറാക്കി. ആവശ്യത്തിന് ഉപ്പ്, ലേശം വെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കണം. ഒരു സ്വല്പം വെള്ളം കൂടെ വേണ്ടി വരും. അപ്പോൾ ലേശം കടലമാവും കൂടെ ഇട്ടാണ് ഞാൻ ഇത് ആദ്യം ഒന്ന് പുരട്ടി വയ്ക്കുന്നത്. ഇതിനകത്ത് ഫില്ലിംഗ് ഉണ്ട് എനിക്ക്. ഇതിനകത്ത് ഫില്ലിങ് വെച്ചാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. ആദ്യം ഇതിൻ്റെ പുറത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഇത് മസാലയെല്ലാം ഒന്ന് പുരട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തുള്ള ഫില്ലിങ് ഉണ്ടാക്കുന്നത്. ചെറിയ കണവയാണ്, അപ്പോൾ ഫില്ലിങ്ങൊക്കെ കുറച്ച് മതി. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരപ്പ് പുരട്ടി മാറ്റി വയ്ക്കണം കുറച്ച് സമയത്തേക്ക്. അതെല്ലാം ഒന്ന് ഓരോന്നോരോന്നായിട്ടൊരു പാത്രത്തിൽ നിരത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് ഫില്ലിങ് അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം അതേപോലെ വെക്കണം. കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് ഞാൻ ഇതിനകത്തുള്ള വെക്കാനുള്ള സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം എടുത്തതിന് ശേഷം 1 സ്പൂൺ കടലമാവ്, പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നേരത്തെ ചേർത്തത് കൊണ്ട് അകത്ത് ഫില്ലിങ്ങിന് പച്ചമുളകൊക്കെ ഉള്ളത് കൊണ്ട് നല്ല എരിവ് കിട്ടും. കുരുമുളക് പൊടിയൊക്കെ കുറച്ച് മതി. ഇതെല്ലാം ഉപ്പും ചേർത്ത് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആണ് ഞാൻ ഈ കണവ എടുത്ത് ഇതിനകത്ത് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ ഈ ചൂണ്ട് വിരൽ കൊണ്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒന്ന് ചൂണ്ട് വിരൽ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി, അപ്പോഴത്തേക്ക് നല്ലതുപോലെ അതിനകത്ത് ഇറക്കാൻ പറ്റും. ചെറിയ കണവയായതുകൊണ്ട് ഇത്തിരി പാടാണ്. വിരൽ കൊണ്ട് തള്ളി ഇറക്കി കൊടുക്കണം കുറേശ്ശെ എടുത്ത്. അതിൻ്റെ ഒരു അര ഭാഗത്തോളം മതി. പിന്നെ നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും നിരന്ന് വരും. നമ്മളെ ചൂണ്ട് വിരൽ കൊണ്ട് ഇതിനകത്തോട്ട് തള്ളി ഇറക്കി കൊടുക്കാം. ഇതേപോലെ എല്ലാ കണവയ്ക്കകത്തും ഇതുപോലെ വയ്ക്കും. നമ്മളാണ് കണവ കൂന്തലെന്നും പറയുന്നു. കൂന്തൽ വേറെ സ്ഥലത്തൊക്കെ കൂന്തൽ, നമ്മൾ കണവയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ കുറച്ചേ ആകത്തുള്ളൂ, നമുക്ക് ഒരുപാട് എണ്ണ വരത്തില്ല. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒരുപാട് ബാക്കിയും വരും. ഇനി എണ്ണ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. പൊട്ടിത്തെറിക്കുന്നെങ്കിൽ ആ കണവയല്ലേ, അറിയാൻ പറ്റൂല, പൊട്ടിത്തെറിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് ഇതിനകത്തോട്ട് എല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചെടുത്തതിന് ശേഷം പറക്കി നിരത്തണം. എണ്ണ തിളച്ചിട്ട് ഇതെല്ലാം പറക്കി നിരത്തുന്ന ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ അടച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒന്ന് കൂട്ടിയേക്കാണ്. ഇനി നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഇതങ്ങ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കണം, പൊട്ടിത്തെറിക്കുന്നെങ്കിലാ. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഫില്ലിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 2 സ്പൂൺ ഉപയോഗിച്ച് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനകത്തെ ഫില്ലിങ് പോവാതെ ഇരിക്കാൻ വേണ്ടി അതിനകത്തോട്ട് തന്നെ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് ഇത് 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. എടുത്ത് തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാം ഒന്നൊന്നാ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഫ്ലെയിം കുറഞ്ഞ് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന അറിയാൻ പറ്റത്തില്ല കണവയായതുകൊണ്ട്.
അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അടയ്ക്കണം. അടച്ചതിന് ശേഷം വീണ്ടും ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് തെറിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് കുറച്ച് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് വരും. കണ്ട, എല്ലാം ഒന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി നിങ്ങളെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കാണിക്കാം. എൻ്റെ ചാനൽ കാണുന്നതിനൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് നിങ്ങളെ സെർവ് ചെയ്ത് കാണിക്കാം. എണ്ണ ഒരുപാട് അധികം വന്നിട്ടുണ്ട്, ഒരുപാട് എണ്ണ ആവത്തില്ല. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനകത്ത് ഫില്ലിങ്ങും കൂടെ വരുമ്പോഴേ ഭയങ്കര ടേസ്റ്റാണ്. കണ്ട, ചെറിയ കണവ ആയതുകൊണ്ടാണ്. വലിയ കണവ വെച്ച് ചെയ്യാം, ഫില്ലിങ് ഒരുപാട് ആവശ്യം വേണ്ടി വരും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനൊപ്പം ഇതുണ്ടാക്കി നോക്കുകയും വേണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്.